അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ മകൾ ഹർജി നൽകിയിരിക്കുന്നു. ഈ വാർത്തയിലേക്ക് തന്നെയാണ് ശ്രീകാന്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, മക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൂഢാലോചന അടക്കമുള്ള ഒരു സംശയങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് വേണമോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് ഇതുവരെ ഇത് എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം ഇതുവരെയും ഇത് എടുത്തിട്ടില്ല, ഈ ഹർജി എടുത്തിട്ടില്ല. പക്ഷേ അത് അധികം വൈകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. ഈ മകൾ ഒരു ഹർജിയുമായി എത്തി, മകൾ എതിർത്ത പശ്ചാത്തലത്തിൽ കോടതി അനുകൂലമായ തീരുമാനം എന്തെങ്കിലും എടുക്കുമോ, അതോ ഇതിൽ ഏറ്റവും ഒടുവിലായി വന്ന അവസാന മണിക്കൂറിൽ വന്ന ഹർജി എന്ന നിലയിൽ ഇത് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും അതിന്റെ ഒരു പിരിമുറുക്കമുണ്ട്. പക്ഷേ ഈ സമ്മതപത്രം, മക്കളുടെ സമ്മതപത്രം ആവശ്യമില്ല എന്നൊരു ആത്മവിശ്വാസം പാർട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം വാക്കാൽ പാർട്ടിക്ക് അങ്ങനെ ഒരു അനുമതി തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കാലുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി അവകാശപ്പെടുന്നത്. പാർട്ടി പറയുന്നതും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഈ മക്കളുടെ 3 പേരുടെയും സമ്മതം വേണ്ട, അത് രേഖാമൂലം എഴുതിയ ഒരു സമ്മതപത്രം വേണ്ട, മറിച്ച് പാർട്ടിക്ക് നൽകിയ ആ വാക്ക്, അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും കോടതിയിലേക്ക് ഈ കാര്യം വരുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും അഭിഭാഷകൻ ഹാജരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ ഈ നിമിഷം മക്കളുടെ ഭാഗത്തുനിന്നും, മകൻ നേരത്തെ പ്രതികരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടിയ മറുപടി അനുസരിച്ച് 2 മക്കൾ ഇത് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം വിട്ടു നൽകുന്നതിന് അനുകൂലമാണ്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ എതിര് നിൽക്കുന്നത്. കോടതി അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 4 മണിയോടുകൂടി തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൃതദേഹം കൈമാറുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഏകദേശം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിനിടെയാണ് ഉച്ചയോടുകൂടി മകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് ബന്ധപ്പെട്ട് വസിയത്തൊന്നും പിതാവ് നൽകിയിട്ടില്ല എന്ന് മകൾ പറയുമ്പോൾ, മകൻ അത്തരത്തിലൊരു വാക്കാൽ പിതാവ് പറഞ്ഞിരുന്നു, പക്ഷേ അത് ഔദ്യോഗികമായ രേഖകളായിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ കോടതിയുടെ പക്കലാണ് ഇനി തീരുമാനമിരിക്കുന്നത്. കോടതി കേസ് എങ്ങനെ പരിഗണിക്കും, ഏതൊക്കെ മെറിറ്റുകൾ പരിശോധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതി ഇത് പരിഗണിക്കും. ശ്രീകാന്ത് വീണ്ടും ചെയ്യുന്നു. ശ്രീകാന്ത്, ഈ കോടതി പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ വരുന്ന ഒരുപാട് മെറിറ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന്, MM ലോറൻസിന്റെ രാഷ്ട്രീയ യാത്രയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മകളുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് മകൻ ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഇതെല്ലാം കോടതിയുടെ പരിശോധനയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? MM ലോറൻസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ മൃതദേഹം അത് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പാർട്ടിയോടും കൂടി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ MM ലോറൻസിന്റെ മകൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ ഘട്ടത്തിൽ കാര്യം ഒന്ന് ചോദിക്കാവുന്നതാണ്. സാർ, ഇപ്പോൾ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ടുഡേ ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം അത് പരിഗണിക്കും ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച്. ഈ അവസാന മണിക്കൂറിൽ ഇങ്ങനെയൊരു സംഗതി വന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതൊരു ആറ്റം ബോംബ് പൊട്ടിയെന്നോ അങ്ങനത്തെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ആൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് മരിച്ച ഡെഡ് ബോഡിയുടെ കാര്യമാണ്. അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഫാമിലി ഒരു മെമ്പർ ചെയ്യുന്നത്. ഇങ്ങനെയൊരു ഹർജി പോയിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ കൂടി കൺസെന്റിന്റെ ആവശ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ ഇത് കൈമാറുന്നത്? അപ്പച്ചന്റെ തീരുമാനമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. ആശയ്ക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അതല്ല നടപ്പാക്കുന്നത്, അപ്പച്ചന്റെ തീരുമാനം നടപ്പാക്കുന്നത്. അങ്ങയോടും പാർട്ടിയോടും സഖാവ് MM ലോറൻസ് ഇക്കാര്യം അറിയിച്ചിരുന്നു? എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജീവിച്ചിരിക്കെ എന്താണ് അദ്ദേഹം പറഞ്ഞത് അങ്ങയോട്? മെഡിക്കൽ കോളേജിലേക്ക് എന്റെ ബോഡി കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു? അതാണ് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞത്. ഇപ്പോ സമ്മതപത്രം എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അത് ഇനി നോക്കണം. അപ്പച്ചൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്താണെന്നുള്ള നോക്കണം. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറയും. ഇതിലിപ്പോ ആശ ഒരു ഹർജിയുമായി പോകുമ്പോൾ നിങ്ങൾ 4 മക്കളായിരുന്നു, ഒരാൾ മരിച്ചുപോയി, ബാക്കി 3 മക്കളുണ്ട്. ഇതിൽ ബാക്കി നിങ്ങൾ ആശ ഒഴികെ നിങ്ങൾ 2 പേരും ഇത് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം വിട്ടു നൽകുന്നതിന് അനുകൂലമാണ്. ഞങ്ങൾ 2 പേരും അതിനുവേണ്ടി അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞു.
ഇത് പാർട്ടിയോട് നിങ്ങളുടെ സമ്മതവും അറിയിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയാണ്. ഒരു 4 മക്കളാണ് സഖാവ് MM ലോറൻസിന്. അതിൽ ഒരാൾ മരിച്ചുപോയി നേരത്തെ. ബാക്കി 3 പേരുണ്ട്. അതിൽ 2 പേർ ഈ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്, അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മകൾ ആശ മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. വൈകാതെ ഈ കേസ് ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് പരിഗണിക്കും. ഇന്ന് ടുഡേ ആണ് ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് അധികം താമസിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. ഹൈക്കോടതി MM ലോറൻസിന്റെ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുത് എന്ന് ചൂണ്ടിക്കാട്ടി ആശ ലോറൻസ് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്യാനുള്ള വാർത്ത.